ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ അപ്ഡേറ്റ്സിൻ്റെ 5ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് എൻട്രിക്കാണ്. ഈ താരത്തെ കൈവിടാൻ റയൽ മാഡ്രിഡ് ഒരുക്കമാണ്. ഒരുപാട് ക്ലബ്ബുകൾ ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. റയൽ സോസിഡാഡ്, ബെറ്റിസ്, വിയാറയൽ എന്നിവരൊക്കെ റയലിനെ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോകാനാണ് താല്പര്യം. ഇദ്ദേഹത്തിൻ്റെ ഏജന്റ് പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് ഗബ്രിയേൽ ജീസസ് ആണ്. ഇദ്ദേഹം ആഴ്സണൽ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇറ്റലിയിലേക്ക് പോവാൻ ജീസസ് ഒരുക്കമാണ്. താരത്തെ സ്ഥിരമായി കൊണ്ട് വിൽക്കാനാണ് ആഴ്സണൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ താരം അത് ഫാബീഞ്ഞോ. ഇതുവരെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിന് വേണ്ടിയായിരുന്നു താരം കളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫാബീഞ്ഞോ ഫ്രീ ഏജന്റ് ആണ്. എന്നാൽ ബ്രസീലിലേക്ക് മടങ്ങി പോവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് യൂറോപ്പിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. ബ്രസീലിയൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സമീപിച്ചിരുന്നു. പക്ഷെ അതെല്ലാം ഫാബീഞ്ഞോ നിരസിച്ചു. മാത്രമല്ല MLS അദ്ദേഹത്തിന്റെ മുന്നിലുള്ള മറ്റൊരു ഓപ്ഷനാണ്. ഇനി നാലാമത്തെ താരം അത് മാൽക്കമാണ്. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിന്റെ താരമാണ് മാൽക്കം. പക്ഷേ അദ്ദേഹം സൗദി അറേബ്യ വിടുകയാണ്. ബ്രസീലിലേക്ക് മടങ്ങാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സൗദിയിൽ തന്നെ തുടരാനുള്ള ഓഫറുകൾ ലഭിച്ചിരുന്നുവെങ്കിലും അതെല്ലാം ഇപ്പോൾ മാൽക്കം നിരസിച്ച് കളഞ്ഞിട്ടുണ്ട്. 5 ഡഗ്ലസ് ലൂയിസ് ആണ്. നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ യുവന്റസിന്റെ താരമാണ് ഇദ്ദേഹം. പ്രീമിയർ ലീഗ് ക്ലബ്ബായ എവേർട്ടൺ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം അത് നിരസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ ആസ്റ്റൺ വില്ല, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു മധ്യനിര താരം കൂടിയാണ് ഡഗ്ലസ് ലൂയിസ്. ഇനി ആറാമത്തെ താരം അത് യാൻ കൂട്ടോ. ബ്രസീലിയൻ വിങ് ബാക്കായ ഇദ്ദേഹം ഇതുവരെ ജർമ്മൻ ക്ലബ്ബായ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ യാൻ കൂട്ടോയെ ഇറ്റാലിയൻ ക്ലബ്ബായ കോമോ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് യാൻ കൂട്ടോയെ ഇപ്പോൾ കോമോ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത്രയും അപ്ഡേറ്റുകളാണ് ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.